നടി മേഘയും സൽമാനും ഇപ്പോൾ പുതിയ ജീവിതം തുടങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത ഇവരുടേതാണ്. ഇവർ ഓരോ ചിത്രങ്ങൾ കാണിക്കുമ്പോഴും അതെല്ലാം തന്നെ ഇവരുടെ പ്രണയ നിമിഷങ്ങളാണെന്നാണ് പറയുന്നത്. സഞ്ജുവും ലക്ഷ്മിയുമായി പരമ്പരയിൽ നിന്ന സമയത്തുള്ള ഒരു ചെറിയ വിശേഷങ്ങൾ. അതിൽ സഞ്ജു ലക്ഷ്മി വിവാഹം കഴിക്കണമെന്നായിരുന്നു എല്ലാവർക്കും ആഗ്രഹം. എന്നാൽ അത് നടക്കാതെ പോയി. പിന്നീടാണ് ഇവരുടെ വിവാഹം നടന്നത്. അങ്ങനെയെങ്കിലും ഞങ്ങളുടെ സഞ്ജുവും ലക്ഷ്മിയും ഒരുമിച്ചല്ലോ എന്ന് പ്രേക്ഷകർ പറഞ്ഞവർ പോലുമുണ്ട്. അക്കൂട്ടത്തിലാണ് ഇതിൻ്റെ ആ എപ്പിസോഡിനിടയിൽ അവർ പ്രണയം കൈമാറിയ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. പരസ്പരം പ്രണയം കൈമാറുകയും പരസ്പരം താലി കെട്ടുകയും ഭാര്യ ഭർത്താവിനെ പോലെയും കഴിഞ്ഞ നിമിഷങ്ങളെക്കുറിച്ചാണ് ഓർത്തെടുത്ത് പറയുന്നത്. ആ ഒരു സമയത്തൊക്കെ ഇവരുടെ പ്രണയം പൂവിട്ടിട്ടുണ്ടായിരിക്കും. സൽമാന് നല്ല പ്രായമുള്ളത് കൊണ്ട് തന്നെ മേഘയാണ് ആദ്യം പോയി ഇഷ്ടമാണ് എന്ന് പറഞ്ഞത്. മേഘയുടെ തോന്നലാണിതെന്ന് പറഞ്ഞ് സൽമാൻ മാറ്റി നിർത്തുകയായിരുന്നു. എന്നാൽ മേഘ മാറിയില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ആ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ഇഷ്ടം പറഞ്ഞ് പുറകെ ചെന്നു. എന്നിട്ടാണ് ഇപ്പോൾ സൽമാൻ ഈ ഒരു രീതിയിലേക്ക് എത്തിയത്. രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ വീട്ടിൽ സമ്മതിക്കില്ല എന്നുറപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ മാതാപിതാക്കൾ സമ്മതിച്ചു കഴിഞ്ഞു. മാതാപിതാക്കൾക്ക് എതിർപ്പില്ലെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയുമാണ്. പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയുമാണ്. ആരാധകരെല്ലാവരും മേഘയെക്കുറിച്ച് പറയുന്നു. മറ്റൊരു മതമാണെങ്കിലും ജാതിയാണെങ്കിലും നന്നായി ജീവിച്ചാൽ മതി. എന്തിനാണ് ജാതിയും മതവും ഒക്കെ നോക്കുന്നത്? അതൊക്കെ തന്നെയും നമ്മുടെ കാലത്ത് ഇന്ന് നോക്കാൻ സാധിക്കുമോ? ഏത് ജാതിയായാലും ഏത് മതമായാലും ഒന്നാണ് എന്ന് കരുതി ജീവിക്കണം. എല്ലാ ദൈവവും ഒന്നാണെന്നല്ലേ കരുതാറുള്ളത്. ഇതിനെക്കുറിച്ച് നിരവധി പേർ സംസാരിക്കുന്നുണ്ട്. എന്നാൽ മേഘയുടെ അച്ഛൻ ഇടയ്ക്കൊക്കെ വരാറുണ്ടെന്നും മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ സൽമാൻ്റെ വീട്ടിൽ നിന്നുമുള്ള ഫോൺ കോളുകൾക്ക് കാത്തിരിക്കുന്നവരാണ് മേഘ. മേഘയ്ക്ക് അങ്ങനെ ഒരു ക്ഷണം വരുമെന്നാണ് ഞങ്ങളും കരുതുന്നത്. സൽമാൻ്റെ വീട്ടുകാർക്ക് വലിയ എതിർപ്പില്ലായിരുന്നു. എന്നാൽ സൽമാൻ്റെ വീട്ടുകാരൊക്കെ തന്നെയും ഇതിനോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. അതാണ് പ്രേക്ഷകർക്ക് ചെറിയൊരു പ്രശ്നം. ഇതിനു മുൻപ് തന്നെ മേഘയെ കാണേണ്ടതായിരുന്നു. മേഘയെ കണ്ട് സംസാരിക്കേണ്ടതായിരുന്നു. എന്നാൽ നിങ്ങളാരും ഒന്നും സംസാരിച്ചിരുന്നില്ല. മേഘയ്ക്ക് സമയം കൊടുത്തില്ല. മേഘയ്ക്ക് കുറച്ചുകൂടി സമയം കൊടുക്കണ്ടേ? അതല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരും ഇതേ വാർത്തയെക്കുറിച്ച് പറയുകയും അന്വേഷിക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആരാധകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട്. ആരാധകരോട് തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്ത ചോദിക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് നിരവധി പേർക്ക് ഇപ്പോൾ മേഘയും സൽമാനും വളരെയധികം സുപരിചിതരാണ്. അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വാർത്ത പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ആരാധകരൊക്കെ തന്നെയും ഇപ്പോൾ മേഘയുടെയും സൽമാൻ്റെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. മേഘയും ആരാധകർക്കുണ്ട്. മേഘയുടെ ആരാധകർ തന്നെയാണ് ഇത് അയച്ചു കൊടുത്തത്. സൽമാൻ്റെ ആരാധകരല്ല എന്നും മേഘയ്ക്ക് വേണ്ടിയാണ് ഈ ചിത്രങ്ങളെല്ലാം അയച്ചു കൊടുത്തതെന്നും മേഘ വീഡിയോയിൽ പറയുന്നുണ്ട്. പ്രത്യേകമായി ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അവർ തന്നെ സ്വയമായി ചെയ്തു തന്നതാണ്. എൻ്റെ ഒരു ചിത്രം പോലുമില്ല. മറിച്ച് ഞങ്ങൾ രണ്ടുപേരുടെയും ചിത്രങ്ങൾ ഒരുപാടാണ് ഉള്ളതെന്നും നിരവധി കാര്യങ്ങളുണ്ടെന്നും ഉൾക്കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.